+1 പരീക്ഷ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ ചേട്ടന്മാരുടെ അതായത് +2 വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കട്ടിയായിരുന്നു, എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. നമ്മൾ പഠിക്കുന്ന SCERTയുടെ പുസ്തകം വെച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ സിലബസിന് പുറത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിക്കുന്നവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, ഒരു പ്രാവശ്യങ്ങളൊന്നും വായിക്കുക, അതിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കട്ടിയാവുന്നു, ക്വസ്റ്റ്യൻ സിമ്പിളായില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ പുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ഏത് ചോദ്യം ചോദിച്ചാലും എഴുതത്തക്കവണ്ണം നമ്മൾ റെഡി ആയിരിക്കണം. അങ്ങനെ ഉള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി മാത്രമേ പരീക്ഷയെ നേരിടാൻ പോകാവുള്ളൂ. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഈ വർഷം ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അത് കമ്പൽസറി അത് പഠിച്ചുകൊണ്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് A+N ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ്, ചിലം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനാണ്. അപ്പോൾ ഒന്നാമത് ചാപ്റ്ററുകൾ തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അത് ചോദിക്കാറുണ്ട്, അത് ചോദിക്കാം. പിന്നെ അതിനകത്ത് തന്നെ ഡയമെൻഷൻസിനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിറ്റി ഡയമെൻഷൻസ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യനും, ചെക്ക് വെദർ ദി ഇക്വേഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഫോർ ദിസ് എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇൻറ്ററക്റ്റായിട്ട് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എഴുതാൻ നമ്മൾ പഠിക്കണം. പിന്നെ ഒരു ഡെറിവേഷൻ, ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കാം ബൈ ഡയമെൻഷണൽ മെത്തേഡ്. നമ്മൾ എക്സാമ്പിൾ പഠിച്ചതാണ് ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം T=2π√L/g. നമ്മൾ ഡയമെൻഷൻസ് വെച്ച് പ്രൂവ് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു വർക്ക്ഔട്ട് എക്സാമ്പിളാണ്. ആ മെത്തേഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാൻ ചോദിക്കാം, ഒരു ഇക്വേഷൻ കറക്റ്റാണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ളത് ചോദിച്ചേക്കാം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിറ്റി ഡയമെൻഷൻസ് ചോദിക്കാം, പിന്നെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ഇപ്പോൾ അത്രയേ ഉള്ളൂ. അത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ സ്പീഡ് ആൻഡ് വെലോസിറ്റി, അതിൽ ആവറേജ് വെലോസിറ്റി എന്താണെന്നും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണെന്നും ചോദിച്ചേക്കാം. ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന് സ്പീഡോമീറ്ററിൽ നിന്ന് ലഭിക്കുന്ന വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. പിന്നെ അത് ചോദിക്കുന്നത് ഗ്രാഫുകൾ, നമ്പർ ഓഫ് ഗ്രാഫ്സ് നമുക്കുണ്ട് ഓരോ ബോഡി വീഴുമ്പോൾ. ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഗ്രാഫ്സ് എല്ലാം വരച്ച് പഠിക്കണം. ആ ഗ്രാഫുകൾ വരയ്ക്കാൻ സാധാരണ ചോദിക്കുന്നതാണ്. പിന്നെ അതിൽ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ V=U+80, S=UT + ½ AT², V² = U² + 2AS. ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കത്തില്ല, ഇൻഡയറക്റ്റായിട്ട് ചോദിക്കാം. ഒരു യൂണിഫോം ആക്സലറേഷൻ ഉള്ള ബോഡിയിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ടൈം റിലേഷൻസ് ഇതെല്ലാം. അതിൽ S=UT + ½ AT²ഉം V² = U² + 2AS ഗ്രാഫിക്കൽ മെത്തേഡ് ഡ്രൈവ് ചെയ്യാൻ ചോദിച്ചേക്കാം. ഗ്രാഫിക്കൽ ചോദിക്കുവാണെങ്കിൽ ഗ്രാഫ് എഴുതിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റേ കാൽക്കുലേഷൻ മെത്തേഡ് എഴുതിയാലും മതി. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ ഫോർ യൂണിഫോം ആക്സലറേഷൻ മോഷൻ, ആക്സിലറേറ്റഡ് മോഷനില്ലാത്ത. അടുത്ത ചാപ്റ്റർ ഒരു മോഷൻ അങ്ങ് പ്ലെയിൻ ആണ്. അതിൽ വെക്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നൾ വെക്റ്ററും അതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒന്ന് പഠിച്ചുകൊണ്ട് പോവാം. വാട്ട് ഈസ് എ നൾ വെക്റ്റർ, എക്സാമ്പിൾ, പ്രോപ്പർട്ടീസ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, പാരലോഗ്രാം ലോ വെക്റ്റർ അഡീഷൻ. രണ്ടും ആ പടം വരച്ച് എഴുതി അറിഞ്ഞിരിക്കണം. പാരലോഗ്രാം ലോയ്ക്കകത്ത് അത്രയും അറിയേണ്ടത് അതിന് റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ ഡെറിവേഷൻ, അതായത് R=√A² + B² + 2AB cos θ. ആ ഡെറിവേഷൻ കമ്പൽസറി പഠിച്ചുകൊണ്ട് പോകണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യനാണ് പ്രൊജക്റ്റൈൽ മോഷൻ. വാട്ട് ഈസ് എ പ്രൊജക്റ്റൈൽ മോഷൻ, അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചേക്കാം. പിന്നെ അതിന് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനാണ് മാക്സിമം ഹൈറ്റ് H=U² sin²θ/2g ഡെറിവേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റ് T=2u sin⁻θ/g. മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ R=U² sin2θ/g. ഈ 3 ഇക്വേഷനിൽ 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചേക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല. ജാവലിംഗ് ത്രോയുടെ കേസോ അല്ലെങ്കിൽ ഒരു ഫ്രോഗ് ചാടുന്ന കേസോ ഏതെങ്കിലും ഒരു കേസ് വെച്ചായിരിക്കും ചോദിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിരിക്കും. അത് മനസ്സിലാക്കി, പ്രൊജക്റ്റൈൽ മോഷൻ അത് മനസ്സിലാക്കി ആ ഡെറിവേഷൻസ് പഠിച്ചുകൊണ്ട് പോകണം. തീർച്ചയായിട്ടും അത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എൻ്റെ അടുത്തതിലേക്ക് വരുമ്പോൾ ഫോഴ്സസ്, ലോസ് ഓഫ് മോഷൻ. അതിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ,
ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും അറിഞ്ഞുകൊണ്ട് പോകണം. അത് ഏതെങ്കിലും ലോ ചോദിക്കാറുണ്ട്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതിൻ്റെ ഗ്രാഫ് വെച്ചുള്ള പ്രോബ്ലം ചോദിച്ചേക്കാം. ഫോഴ്സ് സ്റ്റേയിങ് ഗ്രാഫിൻ്റെ ഏരിയ ചോദിക്കുവാണെങ്കിൽ അത് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. അതായത് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുള്ളതാണത്. അതിന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഒരു ക്രിക്കറ്റർ ക്യാച്ച് എടുക്കുമ്പോൾ കൈ ബാക്കിലോട്ട് വലിക്കുന്നതിന് കാരണവും അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് പോവാം. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് വേറെ ക്വസ്റ്റ്യനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതിൻ്റെ സെക്കൻഡ് ലോ ഡെറിവേഷനും ഉണ്ട്, തേർഡ് ലോ ഡെറിവേഷനും ഉണ്ട്. രണ്ടും പഠിക്കണം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ പ്രൂഫ്, സെക്കൻഡ് ലോ എന്നുള്ള പ്രൂഫ്, അതുപോലെ തേർഡ് ലോ എന്നുള്ള പ്രൂഫ്, അത് മൂന്നും പഠിച്ചുകൊണ്ട് പോകണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഫ്രിക്ഷൻ എന്നൊരു ടോപ്പിക്കാണ്. ഫ്രിക്ഷനകത്തെ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരു ബോഡി ഇരിക്കുന്നു, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഡിഫറൻറ്റ് ഫോഴ്സസ് ഏതൊക്കെയാണ് വരച്ച് കാണിക്കാൻ ചോദിക്കാറുണ്ട്. അത് പഠിച്ചുകൊണ്ട് പോകണം. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ബോഡി വെച്ചിരിക്കുന്നു, അതിൽ ഡിഫറൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ആണ് ബോഡി കെപ്റ്റ് ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. പിന്നെ അടുത്ത സർക്കുലർ മോഷനകത്ത് വരുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻ കണക്റ്റിംഗ് ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. വി സിക്വൽ ടു ആർ ഒമേഗയുടെ പ്രൂഫ്. വി സിക്വൽ ടു ആർ ഒമേഗ അതിൻ്റെ പ്രൂഫ് 2 മാർക്കോ 1 മാർക്ക് ക്വസ്റ്റിനോ ചോദിച്ചേക്കാം. വി സിക്വൽ ടു ആർ ഒമേഗ. പിന്നെ അതിൻ്റെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ, ദി എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എ സിക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ. ആ ഡെറിവേഷനും ഒരു 3 മാർക്ക് ക്വസ്റ്റിനോ 2 മാർക്ക് ക്വസ്റ്റിനോ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതും പഠിച്ചുകൊണ്ട് പോകണം. അതിനടുത്ത് അതിലേക്ക് വരുമ്പോഴേ പിന്നെ അതിൻ്റെ ഫ്രിക്ഷൻ്റെ ഒരു ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്, അതിൽ ഒരു കർവ്ഡ് സ്ട്രെയിറ്റ് റോഡും ചോദിക്കാറുണ്ട്, ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡും ചോദിക്കാറുണ്ട്. വിത്ത് ഫ്രിക്ഷനും വിത്തൗട്ട് ഫ്രിക്ഷനും. നമ്മൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ബോഡി വെച്ചിരിക്കുന്നു, ആ ഡിഫറൻറ്റ് ഫോഴ്സൊക്കെ വരച്ച് നമ്മൾ ഒരു ഇക്വേഷനാണ്. അതും പഠിച്ചുകൊണ്ട് പോവുക. ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ് എന്താണെന്നും അതിൽ വെലോസിറ്റി ഫോർ സേഫ് ടേണിംഗ് ആണ് ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ ആൻഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ പഠിച്ചുകൊണ്ട് പോകണം. അടുത്ത വർക്ക് എനർജി ആൻഡ് പവറിലേക്ക് വരുമ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ആൻഡ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് വയ്ക്കാം. പോസിറ്റീവ് വർക്ക്, സീറോ വർക്ക്, നെഗറ്റീവ് വർക്ക് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് അറിഞ്ഞുകൊണ്ട് പോവുക. കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. പിന്നെ അടുത്ത് അവിടെ ചോദിക്കുന്നത് എന്താണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് എനർജി തിയറം, അതിൻ്റെ പ്രൂഫ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്, അതായത് യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ആ ഡെറിവേഷൻ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, വെരിഫിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ദി കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. അതിൻ്റെ ഗ്രാഫും വരച്ച് പഠിക്കുക. അത്രയാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസുള്ള വർക്ക് എനർജി ആൻഡ് പവറിനകത്ത്. പിന്നെ അടുത്തത് റൊട്ടേഷണൽ മോഷനകത്ത് വരുമ്പോൾ റൊട്ടേഷണൽ മോഷനകത്ത് അതിൽ ഒത്തിരി പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം അതെന്താണെന്നും റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ടോ ഇസിക്കൽ ഡി എൽ ബൈ ഡി ടി. നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് റൊട്ടേഷണൽ മോഷൻ പറയാൻ പറ്റും. പിന്നെ വാട്ട് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, വാട്ട് ഈസ് റേഡിയസ് ഓഫ് ജൈറേഷൻ, അതും ചോദിക്കാറുണ്ട്. അതും ഒന്ന് പഠിച്ചുകൊണ്ട് പോകുക. അത് പ്രോബ്ലം മിക്കവാറും അത് ചോദിച്ചേക്കാം. ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതും നോക്കുക. പിന്നീട് അടുത്തത് ഗ്രാവിറ്റേഷൻ ഒരു ഭാഗത്തിലെ എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും. പിന്നീട് അതിൽ റിലേഷൻ കണക്റ്റിംഗ് സ്മോൾ ജി ആൻഡ് ക്യാപിറ്റൽ ജി, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നമ്മളുടെ റിലേഷൻ, അത് സ്മോൾ ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ ഇക്വേഷൻ ഡെറിവേഷൻ പഠിക്കുക. പിന്നെ അത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ 3 ലോസ് ഉണ്ട്. ലോ ഓഫ് ഏരിയാസ്, ഓർബിറ്റ്, ഇത് ഫസ്റ്റ് ലോ ഉണ്ടല്ലോ ഓർബിറ്റൽ ലോ, രണ്ടാമത്തെ ലോ ഓഫ് ഏരിയാസ്, അത് ഹാർമോണിക് ലോ, അത് 3 പഠിച്ചുകൊണ്ട് പോകണം. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. പിന്നീട്
അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ്, ഡെപ്ത്ത്. അത് എസ് എ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ് ഉണ്ട്, ഡെപ്ത്തും ഉണ്ട്. ജി ഡാഷ് ഇക്ക് ജി ഇൻറ്റു 1-2h/r ഡെപ്ത് ആകുമ്പോൾ ജി ഡാഷ് ഇക്ക് ജി ഇൻറ്റു 1-d/r ആ ഇക്വേഷൻ അത് പഠിച്ചുകൊണ്ട് പോകണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നീട് എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി, വാട്ട് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി അതിൻ്റെ എക്സ്പ്രഷനും പഠിക്കണം. പിന്നെ വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി അതിൻ്റെ എക്സ്പ്രഷൻ, റിലേഷൻ കണക്റ്റിംഗ് ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി. ഇത് അതിൽ ആ ചാപ്റ്ററിൽ കംപ്ലീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിത് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അത് കംപ്ലീറ്റ് പഠിച്ചുകൊണ്ട് പോവുക, പ്രോബ്ലവും പഠിച്ചുകൊണ്ട് പോവാം. ഇനി അടുത്തത് പ്രോപ്പർട്ടി മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് ഹുക്സ് ലോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹുക്സ് ലോ, ചെറിയൊരു ലോ ആണ്. ആ ലോ പഠിച്ചുകൊണ്ട് വിത്തിൻ ദി ലിമിറ്റ് ഓഫ് വെലോസിറ്റി സ്ട്രെസ് പ്രപ്പോർഷൻ ടു സ്ട്രെയിൻ. പിന്നെ യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റി എന്താണെന്ന് അവിടെ നിന്ന് നമുക്ക് ചോദിച്ചേക്കാം. മോഡുലസ് ഓഫ് വെലോസിറ്റി. പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ അത് ചോദിച്ചിട്ടുണ്ട്, സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിറ്റി. 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. എവിടെയൊക്കെയാണ് ഈ ഇലാസ്റ്റിറ്റിയുടെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചേക്കാം. അത്രയും പഠിച്ചുകൊണ്ട് പോവാം. മിക്കവാറും യങ്സ് മോഡുലസിൻ്റെ പ്രോബ്ലം അത് ചെയ്ത് പഠിക്കണം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യങ്സ് മോഡുലസ്. അടുത്തത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, പാസ്കൽസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽസ് ലോ, ആ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് ഫോഴ്സ് മൾട്ടിപ്ലയർ അതിൻ്റെ വർക്കിംഗ് ചോദിച്ചേക്കാം. ഫോഴ്സ് മൾട്ടിപ്ലയർ പാസ്കൽസ് ലോ. അതുപോലെ പ്രഷർ P = h/ρg, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഒരു ഡിഫറെൻറ്റ് ഷേപ്പുള്ള പാത്രത്തിൽ വെള്ളം എടുക്കുവാണെങ്കിൽ ഒരേ ലെവലിൽ നിൽക്കും. ആ പിക്ചറൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. എന്താണെന്ന് ചോദിച്ചേക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ്. പിന്നീട് അതിൻ്റെ ബാക്കിയായിട്ട് താഴോട്ട് വരുമ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1 V1 = A2 V2 അതിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഡെറിവേഷൻ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് ചോദിച്ചേക്കാം. പിന്നെ അവിടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും ചോദിച്ചേക്കാം. ബെർണോളിസ് എന്ന ഒരു പേരില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ലെന്ന് പറയും. അത് പഠിച്ചുകൊണ്ട് തന്നെ പോവുക. നമുക്ക് ഈ ചാപ്റ്ററിൽ 4 ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ഒന്ന് ബെർണോളിസ് പ്രിൻസിപ്പിളും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും ചോദിക്കാം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ടോറിസെല്ലീസ് തിയറും വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് അതും ചോദിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് വിസ്കോസിറ്റിക്കകത്ത് ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാനുണ്ട്. വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ സ്ഫിയർ ഫോളിങ് ത്രൂ എ വിസ്കസ് ലിക്വിഡ്, അതായത് V = 2a² ρ-σg/9 ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ആ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. ഒന്ന് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ക്വസ്റ്റ്യൻ ഓർത്തിരുന്നോണം. ഒരു സ്ഫിയർ ഒരു വിസ്കസ് ലിക്വിഡ് കൂടെ പോകുമ്പോൾ അറ്റൈൻ ചെയ്ത ടെർമിനൽ വെലോസിറ്റി ചോദിക്കാം. അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ ചോദിക്കാം. അത് പഠിച്ചുകൊണ്ട് പോവാം. പിന്നീട് സർഫസ് ടെൻഷനകത്ത് വരുമ്പോൾ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി, ആ റിലേഷൻ അത് ഈക്വലാന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചേക്കാം. അതായത് സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി. അത് പഠിച്ചുകൊണ്ട് പോയി 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നീട് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്താണ് പഠിക്കുക. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. പിന്നെ ഒരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ കാരണം അത് ചോദിക്കാം. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നീട് എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പും ഉണ്ട്, ബബിളും ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ചോദിച്ചിട്ടുണ്ട്. എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ് ഓർ ബബിൾ. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാപ്പിലറി റൈസ് ഫോർമുല, ക്യാപ്പിലറി അസെൻറ്റ് ഫോർമുല, അല്ലെങ്കിൽ വാട്ട് ഈസ് ക്യാപ്പിലറി, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലറി റൈസ്, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബെർണോളിസ് പ്രിൻസിപ്പിൾ അതിൻ്റെ പ്രൂഫുമാണ്. പിന്നീട് വരുന്നതാണ് ക്യാപ്പിലറി അസെൻറ്റ് ഫോർമുല. പിന്നീടാണ് ഒരു സ്ഫിയർ ഫോളിങ് ത്രൂ എ വിസ്കസ് ലിക്വിഡ് ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ചോദിക്കാം. ലാസ്റ്റിലാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ്. 4 ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ ചാപ്റ്റർ പഠിക്കേണ്ടതാണ്. പിന്നെ അടുത്തത് ഹീറ്റ് അതിൻ്റെ തെർമോഡൈനാമിക്സ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഹീറ്റ് തെർമോഡൈനാമിക്സ് അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ആ തിയറികളെല്ലാം ഒന്നിച്ച് പറയാം. അതിൽ ആദ്യം പഠിക്കേണ്ടത് ഐസോതെർമൽ റിയാക്ഷൻ, ഐസോതെർമൽ പ്രോസസ്സ്. ആ പ്രോസസ്സിനകത്ത് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ
പ്രോസസ്സ് ചോദിക്കും. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ്. പിന്നെ വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ്സും ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഡൺ ഇൻ ഐസോതെർമലാണ്. പിന്നീട് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, 3 ലോസ് ഉണ്ട്. അല്ലെങ്കിൽ 1 ലോ ചോദിക്കും. സീറോത്ത് ലോ, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. പിന്നീട് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിന് അനോമലസ് എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചേക്കാം. പിന്നീട് വരുന്നത് വാട്ട് ഈസ് റെഗുലേഷൻ എന്താണ്, ഐസ് റീഫ്രീസിങ് ഓഫ് ഐസ് അത് പഠിച്ചിട്ടുള്ളതാണ്. അതാ റെഗുലേഷൻ എന്ന് പറഞ്ഞ് അത് ചോദിച്ചേക്കാം. പിന്നെ ലാറ്റന്റ് ഹീറ്റ് വേപ്പറൈസേഷൻ എന്താണെന്ന് ചോദിച്ചേക്കാം. അതുപോലെ ഫ്രീസിങ്, ഒരു മെൽറ്റിങ്, സബ്ലിമേഷൻ എന്താണെന്ന് ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നീട് കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ, ഈ 3 ടൈപ്പ് മോഡ് ഓഫ് ട്രാൻസ്ഫറൻസ് ഓഫ് ഹീറ്റ് എനർജി എന്തുവാന്ന് അറിഞ്ഞിരിക്കണം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇക്വേഷൻ ഓർത്തിരിക്കുക. ഒരു പ്രോബ്ലം ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. പിന്നീട് ഈ കാർനോട്ട് സൈക്കിൾ, അത് കാർനോട്ട് എഞ്ചിന് അതിൽ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം, പ്രഷർ വോളിയം ഗ്രാഫ് ഉണ്ട്. അവിടെ അതിൻ്റെ വർക്കിംഗ് ചോദിച്ചേക്കാം. അതായത് 4 പ്രോസസ്സാണ് നടക്കുന്നത്. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ, പിന്നെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഒന്നാമത്തെ ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെ അഡിയബാറ്റിക്, പിന്നെ ഐസോതെർമൽ കംപ്രഷനും പിന്നെ അഡിയബാറ്റിക് കംപ്രഷൻ. അങ്ങനെ 4 പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ഒരു സൈക്കിള് വരുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ വരുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫും അവിടെ ഓർത്തിരിക്കുക. 4 പ്രോസസ്സും അതിൻ്റെ വർക്ക് ഡണ്ണും ഉണ്ട്. അതൊന്ന് പഠിച്ചുകൊണ്ട് പോവുക. ഇത് കാർനോട്ട്സ് എഞ്ചിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, 4 പ്രോസസ്സും എന്തുവാന്ന് അറിഞ്ഞുകൊണ്ട് പോവുക. അപ്പോൾ അതിൽ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ, അതിനകത്തിൽ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എഫിഷ്യൻസി അത് പഠിച്ചുകൊണ്ട് പോകണം. എഫിഷ്യൻസി ഓഫ് കാർനോട്ട്സ് എഞ്ചിൻ അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ, ആ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് പഠിച്ചുകൊണ്ട് പോവാം. ഇനി അടുത്തതായിട്ട് വരുമ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനകത്ത് അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ചോദിച്ചേക്കാം. പിന്നെ സാറ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. പ്രഷർ ഈക്വൽസ് 1/3 റോ വി ബാർ സ്ക്വയർ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പ്രൂവ് ചെയ്യാൻ. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതിൻ്റെ പ്രൂഫും പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ ഈ ലാപ്ലേസസ് കറക്ഷൻ ഉണ്ട്. ഈ ന്യൂട്ടൺസ് ഇക്വേഷനകത്ത് ലാപ്ലേസസ് കറക്ഷൻ എങ്ങനെ ഉണ്ടായെന്ന് ഒരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചതാണ്. ലാപ്ലേസസ് കറക്ഷൻ ഇൻ ന്യൂട്ടൺസ് ഇക്വേഷൻ, അത് അടുത്ത ചാപ്റ്റർ വരുന്നതാണ്. അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനകത്ത് തന്നെ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ചോദിച്ചിട്ടുണ്ട്. മീൻ ഫ്രീ പാത്ത്, അതിൻ്റെ ഇക്വേഷനും ചോദിച്ചിട്ടുണ്ട്. മീൻ ഫ്രീ പാത്തും ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഓസിലേഷൻസ് ആണ്. ഓസിലേഷൻസിനകത്ത് വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിച്ചേക്കാം. പിന്നീട് ഡിറൈവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഡിറൈവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യനാണ് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം. അതായത് prove that the oscillation of pendulum is simple harmonic and derive the expression for its time period. ഒരു പെൻഡുലത്തിൻ്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണെന്നും അതിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. അത് പഠിച്ചുകൊണ്ട് പോകണം. അത് ബാക്കി റിലേറ്റ് ചെയ്ത പോർഷൻസ് ആണ്. അപ്പോൾ അത് തന്നെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അതും ഉണ്ട്. അതൊന്ന് നോക്കുക. ലാസ്റ്റ് ചാപ്റ്റർ വേവ്സിനകത്ത് വരുമ്പോൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ലൈറ്റ് വേവ്സ് ആൻഡ് സൗണ്ട് വേവ്സ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് പഠിച്ചുകൊണ്ട് പോവുക. പിന്നീട് ചോദിക്കുന്നത് ഇക്വേഷൻ ഫോർ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ആ ഇക്വേഷൻ കാണാൻ വിളിച്ചുകൊണ്ട് പോവുക. അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇക്വേഷൻ തന്നിട്ട് അതിനെ ഇത് ജസ്റ്റ് കമ്പാരിസൺ മാത്രം മതി. അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം, അതിൻ്റെ ഫേസ് കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, വേവ് ലെന്ത് കണ്ടുപിടിക്കാം, ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഇതെല്ലാം അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ ഫോർ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്താൽ മാത്രം മതി. അത് അറിഞ്ഞുകൊണ്ട് പോവാം. പിന്നെ അടുത്തത്
ആ ചാപ്റ്റർ തന്നെ വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാപ്ലേസസ് കറക്ഷൻ. അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. ലാപ്ലേസസ് കറക്ഷൻ ഇൻ ന്യൂട്ടൺസ് ഇക്വേഷൻ. ഒരു വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഇൻ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ആ ഒരു ഇക്വേഷൻ ഉണ്ട്, v=T/m. ആ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചോദിക്കാം, അതും പഠിച്ചുകൊണ്ട് പോകാം. പിന്നീട് സ്റ്റാൻഡിങ് വേവ്സിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻ 3 ഉണ്ട്. ഇൻ്റർഫറൻസ്, ഇതിൻ്റെ ലോ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ, അതിൻ്റെ 3 ആപ്ലിക്കേഷനാണ് ഇൻ്റർഫറൻസ്, സ്റ്റാൻഡിങ് വേവ്സ്, ബീറ്റ്സ്. ഈ സ്റ്റാൻഡിങ് വേവ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ നോട്ട്സ് എന്തുവാന്നും ആൻറ്റി നോട്ട്സ് എന്തുവാന്നും. നോട്ട്സ് വെച്ചാൽ സീറോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആൻറ്റി നോട്ട്സ് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള അത് പൊസിഷൻസ്. അതുപോലെ ഫസ്റ്റ് ഹാർമോണിക്ക, സെക്കൻഡ് ഹാർമോണിക്ക, ഇത് ഗ്രാഫ് വരച്ച് പഠിക്കണം. ഫസ്റ്റ് ഹാർമോണിക്ക, സെക്കൻഡ് ഹാർമോണിക്ക, അല്ലെങ്കിൽ ഓവർ ടോൺ, ഫസ്റ്റ് ഓവർ ടോൺ, സെക്കൻഡ് ഓവർ ടോൺ, അതെല്ലാം സെയിം ആണ്. അത് ഗ്രാഫ് വരച്ച് പിന്നെ ബബിൾസ് ആയിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ, അത് വരച്ച് പഠിച്ചുകൊണ്ട് പോകണം. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ചോദിക്കുക വേറൊരു ക്വസ്റ്റ്യനാണ്, ഈ ഓപ്പൺ പൈപ്പിനകത്ത് എല്ലാ ഹാർമോണിക്സും പ്രൊഡ്യൂസ് ചെയ്യും, ക്ലോസ്ഡ് പൈപ്പിനകത്ത് ഓഡ് ഹാർമോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ക്ലോസ്ഡ് പൈപ്പിനകത്താണെങ്കിൽ ν1 ν2 ν3 1 3 5 ഓഡ് ഹാർമോണിക്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്പൺ പൈപ്പാണെങ്കിൽ എല്ലാ ഹാർമോണിക്സും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ν1 ν2 ν3 എന്ന് പറഞ്ഞാൽ 1 2 3 ആയിരിക്കും, എല്ലാ ഹാർമോണിക്സും ഉപയോഗിക്കും. അതുകൊണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻസായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഓപ്പൺ പൈപ്പാണ്. അതെന്താണെന്നും ചോദിച്ചേക്കാം. ഇവിടെ ബീറ്റ്സ് എന്താണെന്നും ബീറ്റ്സിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ examination. Okay, thank you for watching this video.